ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 438 പാട്ടുകൾ 4, 3, 8. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനക്ലേശം നേരിടുമ്പോൾ ബലഹീനതകൾ നൽകും. അവൻ വിളിച്ചു രക്ഷയുമാകയ താമസമെന്നിൽ വന്നിടുക. അവൻ വിളിച്ചു രക്ഷയുമാകയ താമസമെന്നിൽ വന്നിടുക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സകല വ്യാധിയും സുഖമാക്കും വല്ലഭൻ. താനാരായും ഹൃദയങ്ങളെന്നീ കൃപയാൽ തന്നെ കാത്തിടും താൻ. താനാരായും വേദങ്ങളെന്നീ കൃപയാൽ തന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു.
15:1-5 വരെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ വായിച്ച വചനങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരാവുന്ന എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ച് നമ്മളിവിടെ കൂടി വരുവാൻ സഹായിച്ച ദൈവത്തിന് ആദ്യം നമുക്ക് നന്ദി പറയാം. ശബത്ത് സ്കൂളിൻ്റെ ആരംഭമായി നമുക്ക് പാട്ടുപുസ്തകത്തിലെ 353 പാട്ട് പാടാം. കാതുകളിൽ കേട്ടിടാൻ ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ. യേശുതാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടുപായുകയാൽ. യേശുതാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടുപായുകയാൽ. കാഹളം കാതുകളിൽ കേട്ടിടാൻ ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ. സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാൻ ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി, പാപികൾക്കവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി, പാപികൾക്കവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാൻ ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ. പാടുവിൻ നവഗാനം അറിയിപ്പിൻ സുവിശേഷം, ദൈവരാജ്യമാസന്നമായി മനം തിരിവിൻ. എരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ, കാഹളം മുഴക്കിടിൻ ദൈവജനമേ. എരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ, കാഹളം മുഴക്കിടാൻ ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാൻ ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരാവുന്ന എല്ലാ ആപത്തുനിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവെച്ച് കാത്തു പരിപാലിച്ച് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ച വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഒരു അവസരം ലഭിക്കാതെ എത്രയോ പേര് ലോകത്തു നിന്ന് മൺമറഞ്ഞു പോയപ്പോഴും പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് ഒരവസരം കൂടെ
ഞങ്ങൾക്ക് അങ്ങ് നീട്ടി തന്ന വലിയ കൃപയ്ക്ക് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അങ്ങയുടെ നാമ മഹത്വത്തിനായി ജീവിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ കർത്താവെ. ഇന്ന് ശബത്ത് സ്കൂൾ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചെയ്യുന്ന വേലകളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണമേ കർത്താവെ. അതിലൂടെ അങ്ങയുടെ നാമം മഹത്വീകരിക്കപ്പെടുവാനും ഞങ്ങൾ ഓരോരുത്തരും മുഖാന്തരമാകുവാൻ സഹായിക്കണമേ കർത്താവെ. വയ്യാതെ രോഗാവസ്ഥയിൽ കിടക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണമേ കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സഹായം അങ്ങയുടെ കരങ്ങൾ നീട്ടി കൊടുക്കണമേ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ അപേക്ഷ കേൾക്കണം. കരുണയുള്ള നല്ല പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മാത്രമാകട്ടെ. ഇന്നത്തെ മിഷൻ വാർത്തകൾ പറയുന്നത് എലിസിറ്റ ഡാ സിൽവ എന്ന വ്യക്തിയാണ്. ഒരു ദിവസം തൻ്റെ സഹോദരി അവളെ വിളിച്ച് നമുക്ക് വേദപുസ്തകം പഠിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞു. അവൾ ഭയങ്കര ഉത്സാഹത്തോടെയും ഭയങ്കര ശുഷ്കാന്തിയോടെയും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ആണോ ഇങ്ങനെ വേദപുസ്തകം പഠിക്കാമെന്ന് അവൾക്കൊരു തോന്നലുണ്ടായി. പെട്ടെന്ന് അവൾക്ക് അറിയുന്ന ഒരു ദമ്പതികൾ ആയ യൂലിയാനയും ലൂയിസും അവരെന്താ ശുശ്രൂഷമാരായിരുന്നു, വേല ചെയ്യുന്നു. അപ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞു. അവരെന്ത് ചെയ്തു, ഇവളെ വേദപുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങി. ഇവൾ ജീവിക്കുന്നത് ടിമോർ ലെസ്റ്റ എന്ന ഒരു സ്ഥലത്തുള്ള ദില്ലി എന്നൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇവൾ ദില്ലിയിലെ ഒരു സർവകലാശാലയാണ് പഠിക്കുന്നത്. അവിടുത്തെ ആ സ്ഥലത്ത് തന്നെ എർമിലാൻഡോ എന്ന തൻ്റെ സഹോദരി ആ നഗരത്തിലൊരു ഹൈസ്കൂളാണ് പഠിക്കുന്നത്. അവളുടെ സഹോദരി പേര് എർമിലൻഡോ എന്നാണ്. ഇവർ രണ്ടുപേരും എന്താണ് ചെയ്തത്, രണ്ടുപേരും ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇന്ന് വന്നവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർ വേറെ വിഭാഗക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ പെട്ടെന്ന് വേദപുസ്തകത്തെക്കുറിച്ച് അറിയുകയും അതിന് ഒരു ജിജ്ഞാസ തോന്നുകയും ചെയ്തു. പിന്നെ എല്ലാ ദിവസവും ഈ ദമ്പതികളോട് മിക്കവാറും ഇവരോട് വേദപുസ്തകം പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ദൈവം ബൈബിളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കൂടുതൽ അറിയാൻ തോന്നി. അവർക്ക് പിന്നെ നമുക്ക് ആരോഗ്യമായ ഭക്ഷണം ഏതൊക്കെ കഴിക്കാൻ പറ്റി എന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ചെയ്തു. ദൈവം ബൈബിളിൽ പറയുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നതിന് തൻ്റെ കൽപ്പനയെ കാത്തുകൊള്ളും എന്ന കൂടുതൽ വാക്കുകളൊക്കെ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിൽ ആശ്വാസം തോന്നി. പിന്നെ ഞായറാഴ്ചയല്ല വിശുദ്ധ ദിവസം, ശനിയാഴ്ചയാണ്. ഞായറാഴ്ചത്തേക്ക് ദൈവം മാറ്റിയിട്ടില്ല എന്ന് അവൾക്ക് ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ അവൾക്കൊരു മനസ്സിൽ തോന്നി, എനിക്ക് ശനിയാഴ്ച പള്ളി പോകണം, ശനിയാഴ്ച ആചരിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ ഈ ദമ്പതികളോട് ചോദിച്ചു, ശനിയാഴ്ച എനിക്ക് പള്ളി പോകണം, ശനിയാഴ്ച ആചരിക്കുന്ന ഒരു പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതുപോലെ ഈ സഹോദരിയും കൂടെ ഇവളുടെ സഹോദരിയും കൂടെ ശനിയാഴ്ച ആരാധന ഒരു രണ്ട് ദേവാലയത്തിൽ പോകാൻ തീരുമാനിച്ചു. അപ്പം ഇവളുടെ ഇവള് നമുക്കറിയാം, ഇവള് വേറെ സഭക്കാരാണ്. അപ്പോൾ ഇവരുടെ സഹോദരൻ എന്തായിരുന്നു, ജ്യേഷ്ഠ സഹോദരന്മാർ എന്ത് ചെയ്തു, ദേഷ്യപ്പെടുകയും ഇവർ ഭയങ്കരമായിട്ട്, കാരണം ഇവർ പള്ളി പോകുന്നതും ഇവർ ഇങ്ങനെ വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇവരെ പിടിച്ച് കെട്ടുകയും ഇവളെ ആണ് പിടിച്ച് ഇടുകയും ഇവളെന്ത് ചെയ്തു, ഇവളെ തിരികെ ഗ്രാമത്തിൽ ചെല്ലുവാൻ ഈ സഹോദരിയോട് പറഞ്ഞു. അപ്പോൾ ഇവളെ എന്ത് ചെയ്തു, ഇവളെ നിർബന്ധിച്ച് റൂമിൽ പൂട്ടുകയും പന്നിയിറച്ചി കഴിപ്പിക്കാൻ അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയും തീറ്റിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൾക്ക് പക്ഷേ അവളെ ഇത്ര യാതനകളും പ്രയാസങ്ങളും എല്ലാം നേരിട്ടും അവൾ എന്ത് ചെയ്യും, മനസ്സോടെ എങ്ങനെയെങ്കിലും ബൈബിൾ പഠിക്കണം, എത്ര ക്ഷമിച്ചാലും ഞാൻ ബൈബിൾ പഠിക്കുക, അതിനെക്കുറിച്ച് അറിയുമെന്ന് അവൾ മനസ്സ് ഉറപ്പിച്ചു. അപ്പോൾ അവൾ എങ്ങനെ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ബൈബിൾ വായിക്കുകയും ചെയ്തു. അവൾ ഒരു ദിവസം അവിടെ നിന്ന് ഒളിച്ചോടുകയും പിന്നെ ഒരു മാസം കഴിഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയും. പക്ഷെ അവളുടെ സഹോദരി എന്ത് ചെയ്തു, സഹോദരിക്ക് ആ തലസ്ഥാനത്ത് തന്നെ, ദില്ലിയിലെ ആ സർവകലാശാല തന്നെ അവിടെ തന്നെയാണ് അവൾ സഹോദരി നിൽക്കുകയും അവളെന്ത് അവിടുന്ന് അവളുടെ ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അവളെ ഒളിച്ചോടി. പിന്നെ അവൾ അറിഞ്ഞത് അവിടെ ഈ സുവിശേഷ വേല, അതായത് സുവിശേഷ വേലയിൽ ഏർപ്പെടുവാനും അല്ലെങ്കിൽ അവൾക്കൊരു സുവിശേഷിക ആവാനും അവൾക്ക് ഏറ്റവും താല്പര്യം. അപ്പോൾ അത് പഠിക്കാൻ അവൾക്ക് ഒരു 2 മാസത്തെ ക്ലാസ് എന്തായാലും വേണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയും 2 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുകയും അപ്പോൾ അവൾ സുവിശേഷകരായി മാറുകയും ചെയ്തു. അവൾ പിന്നെ അവിടെ തന്നെ കുറേ വർഷങ്ങൾ അവൾ വേല ചെയ്യുകയും ഒരു അഡ്വന്റിസ്റ്റ്കാരനായ ഒരു വ്യക്തിയെ വിവാഹം ചെയ്ത്, അവളുടെ പേര് റൊണാൾഡിനെ എന്നാണ് ആ വ്യക്തിയുടെ പേര്. പിന്നെ അവരുടെ വീട്ടുകാരൊന്നും എന്തായാലും വിവാഹത്തിൽ പങ്കെടുത്തില്ല. അവർ ഭയങ്കര അകൽച്ചയായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ കുടുംബമായിട്ട് അവർക്ക് ഒരു ബന്ധം, അതായത് സഹോദരന്മാർ അവരോട് പിണക്കമെല്ലാം മാറി അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് 3 മക്കൾ, പിന്നെ 3 മക്കൾ ദൈവം ദാനം ചെയ്തു.
ഇപ്പോൾ ഇവർ ചെയ്യുന്നത് തൻ്റെ അവിടെ സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സ്കൂളിന് വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അവർക്ക് നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ സ്കൂളിൻ്റെ പുരോഗതിക്കും സ്കൂളിൻ്റെ നല്ല രീതിയിൽ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ 13 വരെ കാണിക്കുന്ന ഒരു ഭാഗം ഉദാഹരണമായി കൊടുക്കുവാൻ ദൈവം ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ. അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും നീ
പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ അടിയനിതാ നാഥാ അടിയനിതാ നാഥാ അടിയനിതാ നാഥാ അടിയനിതാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ കോട്ടോടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അന്ത്യനാളുകളിൽ എബ്രായരുടെ ലേഖനം എന്നുള്ളതാണ്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നതായ പാഠം 6ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ തലവാചകം യേശു വിശ്വസ്ത പുരോഹിതൻ എന്നുള്ളതാണ്. മനപ്പാഠവാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 26ാമത്തെ വാക്യം അത് ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അത് വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഈ പാഠത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ എബ്രായരുടെ ദൂത് എപ്രകാരമാണ് എന്ന അടിയങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. കഴിഞ്ഞ നാളുകളിലായി കർത്താവായ യേശു ക്രിസ്തു അടിയങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചതായ ആ വലിയ പ്രവൃത്തികളെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം സഹായിച്ചതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് അടിയങ്ങളിൽ നിന്ന് പഠിക്കുന്നതായ ഈ പാഠം യേശു ഒരു വിശ്വസ്ത പുരോഹിതൻ എന്നുള്ളതായ പാഠം പഠിക്കുമ്പോൾ ആ പാഠത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ അടിയങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാഠം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഈ പാഠം പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അടിയങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കുകയും അതോടൊപ്പം തന്നെ കേൾക്കുന്നവർ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ഈ വചനങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് യേശു ആശ്വാസദായകൻ എന്നുള്ളതായ പാഠമായിരുന്നു. നമുക്കറിയാം, നമുക്ക് സ്വസ്ഥത നൽകുന്നത് നിത്യമായ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു സ്വസ്ഥത നൽകുവാൻ
കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കിയത്. അതായത് ദൈവത്തോടൊപ്പമുള്ളതായ ഒരു സ്വസ്ഥത നമുക്ക് ഇനിയും ശേഷിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 4-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചത്. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിപ്പിന് ശേഷം ദൈവം ഒരു സ്വസ്ഥതയ്ക്കുള്ള ദിവസം വെച്ചു. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് ശുദ്ധീകരിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു ദിവസമാക്കി ദൈവം മാറ്റിവെച്ചു. ദൈവത്തോട് ചേർന്നിരുന്ന് മനുഷ്യന് സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു ദിവസമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണത് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് അത് ആരാധനയ്ക്കുള്ളതായ ദിവസമായിട്ട് ദൈവം എടുത്തു പറയുന്നു. ആരാധനയ്ക്കുള്ള ദിവസമായി ഏദൻ തോട്ടത്തിൽ തന്നെ നൽകിയെങ്കിലും പിന്നീട് അത് വീണ്ടും ഇത് ആരാധനയ്ക്കുള്ള ദിവസമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാരണം ഏകദേശം 4 നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ ഇത് അവരുടെ ഇടയിൽ നിന്നും മറന്നുപോയി. അതായത് ഈ സ്വസ്ഥതയുടെ ദിവസത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ഒരു അവസരം. കാരണം അവരുടെ സാഹചര്യം അതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ആ സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടി അവർക്കൊരു രാജ്യം തന്നെ ദൈവം രൂപീകരിച്ച് നൽകുകയാണ്. ഒരു ദേശം തന്നെ അവർക്ക് കൊടുക്കുകയാണ്. അവിടെ അവരുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച എന്ന ദിവസം, 7ാമത്തെ ദിവസം, ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം, അത് ആരാധനയ്ക്ക് വേണ്ടി തുടരുന്നതായ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദിവസമായി അവർക്ക് ലഭിച്ചു. മറ്റു സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ പറ്റുന്ന ഒരു ദിവസം. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പിന്നീട് ഉള്ളതായ ക്രിസ്ത്യാനികളും അതേ ദിവസമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതായ ഒരു അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ഇവിടെ. ഒന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ദൈവത്തോട് ചേർന്നുള്ളതായ ഒരു സ്വസ്ഥതയുടെ അനുഭവം ഇനിയും ശേഷിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുമ്പോൾ, ആ സ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നത് വരെയും അതിൻ്റെ അതിൻ്റെ നിഴലായി അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നിടത്തോളം കാലം അതിനെ മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനികൾ ആ ദിവസം 7ാമത്തെ ദിവസം തന്നെ ദൈവത്തോട് ചേർന്നിരിക്കേണ്ട അവസരമുണ്ട്. പകരം ലോകം തരുന്ന ദിവസമല്ല, ദൈവം ആവശ്യപ്പെടുന്ന ദിവസമാണ് ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്ന ഒരുപക്ഷെ എബ്രായർക്കെഴുതിയ ലേഖനം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന ഒരു വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന മഹാപുരോഹിത ശുശ്രൂഷയെ അപ്പോസ്തലനായ പൗലോസ് എപ്രകാരമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യന് പാപമുണ്ടായപ്പോൾ മനുഷ്യന് മറ്റൊരു പ്രകൃതത്തിലേക്ക് മാറ്റപ്പെട്ടു. പാപപ്രകൃതത്തിലേക്ക് മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകലുവാൻ തക്കവണ്ണം തുടങ്ങി. പലപ്പോഴായി ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ദൈവം മനുഷ്യനെ നിർബന്ധിക്കുമ്പോഴും മനുഷ്യൻ എത്ര പടി ദൈവത്തോട് ചേരുന്നുവോ അതിലിരട്ടി പടിയായി പിൻപോട്ട് പോകുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മനുഷ്യനിലുള്ളതായ പാപപ്രകൃതമാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പാപത്തിൽ അതീതമായ ഒരു ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവം വിശുദ്ധനാണ്. ഒരിക്കലും പാപ അവസ്ഥയിൽ, അശുദ്ധമായ അവസ്ഥയിൽ ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനോട് ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യം വന്നു. ആ മധ്യസ്ഥത എന്ന് പറയുന്നത് പുരോഹിതന്മാരിൽ ഫലമേൽപ്പിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. മരുഭൂ പ്രയാണത്തിൻ്റെ ഇടയിൽ ആ മരുഭൂ തലമുറകൾക്ക് ദൈവം ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുത്ത് പുരോഹിതന്മാരായി നിയമിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്,
പഴയ നിയമ കാലഘട്ടത്തിലെ പുരോഹിതന്മാരുടെ ശുശ്രൂഷ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷയുടെ നിഴലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായി പിളർക്കുന്നതിലൂടെ പുരോഹിത ശുശ്രൂഷ അല്ലെങ്കിൽ പൗരോഹിത ശുശ്രൂഷ അവിടെ നിന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏകയാഗമായി കർത്താവായ യേശു ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടതോടൊപ്പം തന്നെ യാഗം കഴിക്കുന്ന പുരോഹിതൻ ആയി കർത്താവായ യേശു ക്രിസ്തു അവിടെ കാണപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വയം യാഗം അർപ്പിച്ചുകൊണ്ട് യാഗവസ്തുവും ഈ യാഗം അർപ്പിക്കുന്ന മഹാപുരോഹിതനും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 5, 6, 7 അധ്യായങ്ങളിൽ വളരെ വിശകലനം ചെയ്ത് അവരുടെ മുൻപിൽ അതിനെ അവതരിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ കുറച്ച് പൂർണ്ണമായിട്ടുള്ളതായ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ പഴയ നിയമ പുരോഹിതന്മാരിലൂടെ നമുക്കുണ്ടായിരുന്നതായ പ്രയോജനങ്ങളെക്കുറിച്ച് 5, 6 അധ്യായങ്ങളിൽ വളരെ വിശകലനം ചെയ്ത് പറയുകയാണ്. അങ്ങനെ ക്രിസ്തു ഏത് ക്രമപ്രകാരമാണ് ഈ പുരോഹിതനായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ പുരോഹിതനായിക്കൊണ്ട് പിതാവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ സഹായിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവിടെ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പുരോഹിത ശുശ്രൂഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെയും വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ക്രിസ്തുവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ക്രിസ്തു എപ്രകാരമാണ് പുരോഹിതൻ ആയി നമ്മുടെ ഇടയിൽ വന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി തരികയാണ് ഈ ഭാഗത്ത്. അതുമാത്രവുമല്ല, ഈ പുരോഹിത ശുശ്രൂഷയുടെ പ്രാധാന്യം അതൊരിക്കലും തള്ളിക്കളയരുത് എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അതുമാത്രവുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷയുടെ ആ മഹത്വം മനസ്സിലാക്കുവാൻ തക്കവണ്ണം വിവരിച്ചു നൽകുകയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത്. പിന്നെ ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തിൻ്റെ ആ പ്രത്യേകതകൾ അതൊക്കെയും എന്ത് ചെയ്യുന്നു, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവരിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് വേഗത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നമ്മൾ ഞായറാഴ്ചത്തെ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യർക്ക് പകരമായി ഒരു പുരോഹിതൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളതായ ഭാഗം വായിക്കുമ്പോൾ അവിടെ നിന്നും മഹാപുരോഹിത ശുശ്രൂഷ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ശുശ്രൂഷ കൊണ്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ശുശ്രൂഷയുടെ പങ്ക് പഴയ നിയമ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുകയാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ പുരോഹിത ശുശ്രൂഷയുടെ പങ്കും ആ ഭാഗത്ത് വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കറിയാം പുരോഹിതന്മാരെ ദൈവം നിയമിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ ഒരു മധ്യസ്ഥനായി നിലനിൽക്കുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കു വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവസന്നിധിയിൽ യാഗങ്ങൾ അർപ്പിക്കുവാനാണ് പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. മറ്റൊരു കാര്യം ഈ പുരോഹിതന്മാരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്. ഈ പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അങ്ങനെ ലേവ്യ ഗോത്രത്തിൻ്റെ ക്രമപ്രകാരം ഓരോരുത്തരും പുരോഹിതന്മാരാകുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇത് മനുഷ്യരുടെ ഇടയിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് മനുഷ്യർ തന്നെ ആയതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവർ ബലഹീനതയുള്ളവരാണ്, അവർ അപൂർണരാണ്, അവരും മറ്റൊരു വ്യക്തിയുടെ പാപത്തിന് പരിഹാരമായിട്ട് യാഗം കഴിക്കുന്നത് പോലെ തന്നെ അവരിലും ഉണ്ടാകുന്ന ബലഹീനത നിമിത്തമുണ്ടാകുന്ന പാപങ്ങൾക്ക് അവരും പരിഹാരമായി യാഗം കഴിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെട്ടു എങ്കിലും മനുഷ്യനെ പോലെ തന്നെ ജീവിച്ചു, മനുഷ്യനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടു, അതിനെയൊക്കെയും ജയിച്ച് പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിച്ചു.
അപ്പം ക്രിസ്തുവും ഒരർത്ഥത്തിൽ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു പുരോഹിതനാണെങ്കിൽ പോലും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ലേവ്യ ഗോത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവർ ബലഹീനതയിൽ പാപം ചെയ്തവരാണ്. അവർക്ക് മറ്റൊരു യാഗം കഴിച്ച് ആ പാപത്തിൻ്റെ പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ പോലെ തന്നെ പരീക്ഷിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും പല കഷ്ടതകൾ സഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്തിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന് എന്താണ്? പാപമില്ലാത്ത അവസ്ഥ ഈ ലോകത്തിലുണ്ടായിരുന്നു. പാപം കൂടാതെ ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചു. അതുകൊണ്ട് തന്നെ മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. വീണ്ടും നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അഹരോൻ്റെ വംശത്തിൽ നിന്നും പുരോഹിതനാകുവാൻ തക്കവണ്ണം ലേവ്യ ഗോത്രത്തെ ദൈവം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആരും സ്വതവേ തിരഞ്ഞെടുത്തതല്ല. അവരെ നിയമിക്കുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെയും പുരോഹിതനാക്കിയത് പിതാവായ ദൈവം തന്നെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ കഷ്ടങ്ങളിൽ അവൻ തികഞ്ഞവനായി, അവൻ മഹാപുരോഹിതനാകുവാൻ യോഗ്യനായി എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു മഹാപുരോഹിതനായി ഇന്ന് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യനായി തീർന്നത് ഈ ലോകത്തിൽ വന്നിട്ടുള്ളതായ തൻ്റെ ജീവിതത്തിലൂടെയാണ് എന്നുകൂടി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു ബലഹീനതയുള്ള പുരോഹിതനല്ല, നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു പൂർണ്ണനായിട്ടുള്ള പുരോഹിതനെയാണ്. ആ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വഹിക്കുന്ന ഈ മധ്യസ്ഥതയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കറിയാം, നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഈ എബ്രായകൃത ലേഖനം അഭിസംബോധന ചെയ്യുന്നതായ ആ സദസ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ യഹൂദരായതുകൊണ്ട് അല്ലെങ്കിൽ എബ്രായരായതുകൊണ്ട് തിരിച്ച് അവരുടെ മത ആചാരങ്ങളിലേക്ക് പോകുവാനുള്ള വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതായത് തിരിച്ചു പോയി ഈ യാഗങ്ങൾ കഴിക്കുവാനും അവരുടെ പുരോഹിതന്മാരുമായി യോജിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള, അവരുടെ പാരമ്പര്യത്തിൽ നിലകൊണ്ട് ജീവിക്കുവാനുമുള്ളതായ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്, ആ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെയും ബലഹീനതകളുള്ളവരായിരുന്നു. എന്നാൽ ക്രിസ്തു എന്ന മഹാപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി നമുക്ക് മധ്യസ്ഥത വഹിക്കുവാൻ ശക്തനായ പൂർണ്ണനായ ഒരു പുരോഹിതനാണ് ക്രിസ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. ക്രിസ്തു അവരെപ്പോലെ തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെപ്പോലെ പാപം ചെയ്തില്ല എന്നുകൂടി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടത നമുക്ക് വേണ്ടിയുള്ള മഹാപുരോഹിതനാക്കുവാനുള്ള യോഗ്യനാക്കി മാറ്റി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ അനുസരണത്തെ കൂടി അവിടെ വളരെ വ്യക്തമായി വരച്ച് കാണിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് സമനായവനാണ്. യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ ഓരോരുത്തരും അനുസരിക്കേണ്ടവരാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അനുസരണം എന്ന് പറയുന്നത് നമുക്കൊരു മാതൃകയായി കാണിച്ചു തന്നതാണ് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. അതായത് പിതാവിനോടുള്ളതായ അനുസരണം സ്വയം ഒരു യാഗമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ആ അനുസരണത്തിലൂടെ നമ്മളുടെ പുരോഹിതനാകുവാനുള്ളതായ ഒരു യോഗ്യത ക്രിസ്തു നേടി എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. അങ്ങനെ പിതാവായ ദൈവം മഹാപുരോഹിതനായി ക്രിസ്തുവിനെ മാറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ പുരോഹിതനായി അപ്പോസ്തലനായ പൗലോസ് വരച്ച് കാണിച്ചു. മാനുഷികമായ പുരോഹിതന്മാർ ബലഹീനത ഉള്ളവരാണ്, അവർ അപൂർണരാണ്. എന്നാൽ ക്രിസ്തു ബലഹീനതകളില്ല, പാപമില്ല, പൂർണ്ണനാണ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അപ്പോൾ മാനുഷികമായ പുരോഹിതന്മാരിൽ ആശ്രയിക്കേണ്ട ആവശ്യം ഇനിയില്ല. കാരണം ക്രിസ്തു തൻ്റെ കഷ്ടങ്ങളുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ സ്വയം യാഗമായി തീർന്ന് പിതാവിനോടുള്ള അനുസരണത്തിൽ ആയിത്തീർന്നത് കൊണ്ട് അല്ലെങ്കിൽ പിതാവിനെ അനുസരിച്ചതുകൊണ്ട് അവൻ മഹാപുരോഹിതനാകുവാൻ യോഗ്യനായി തീർന്നു. ഇനി നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ ഭാഗത്ത്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്.
ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയും അതുപോലെ എബ്രായകൃതി ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗം വായിച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 5-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഒന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറയുകയാണ്, ഈ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അത് മനസ്സിലാകത്തക്ക വിധത്തിൽ അപ്പോസ്തലനായ പൗലോസ് 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 13 അധ്യായങ്ങളുള്ള എബ്രായകൃതി ലേഖനത്തിൻ്റെ നടുക്കത്തെ അധ്യായമാണ് 7-ാമത്തെ അധ്യായം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 7-ാമത്തെ അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ്. കാരണം ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷ ഏത് ക്രമപ്രകാരമാണ് എന്നും അത് തുടരുന്നത് കൊണ്ട് ഉള്ളതായ നമുക്കുള്ളതായ ഗുണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ പുരോഹിത ശുശ്രൂഷ പാരമ്പര്യമായിട്ടുള്ള ശുശ്രൂഷയിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുന്ന ഈ യഹൂദ ക്രിസ്ത്യാനികളോട് അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും മടങ്ങിപ്പോകരുത്. ആ ശുശ്രൂഷയൊക്കെയും പുരോഹിത ശുശ്രൂഷയൊക്കെയും നിന്നുപോയി ഇനി മഹാപുരോഹിതൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായ ഒരധ്യായമാണ് 7-ാമത്തെ അധ്യായം എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അതായത് ഇതുവരെയും നമ്മൾ പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളുടെ പ്രതിനിധിയായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളുടെ സഹോദരനായിട്ട്, മനുഷ്യപുത്രനായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവപുത്രനായ, ദൈവത്തോട് സമനായവനായിട്ട്, ദൂതന്മാരെക്കാൾ ഒരുപാട് ഉയരത്തിലുള്ളവനായിട്ട് ഒക്കെയും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അങ്ങനെ ആ ഭാഗങ്ങളെയും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്ന 8 മുതലുള്ള അധ്യായങ്ങളെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈ 7-ാം അധ്യായത്തിലെ ഈ മഹത്തായ ഒരു അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ പ്രബോധനത്തിലാണ്. നമുക്കറിയാം പഴയ നിയമ കാലഘട്ടത്തിൽ ലേവ്യ പുരോഹിതന്മാർക്ക് മാത്രമാണ് പുരോഹിത വേല ചെയ്യുവാനുള്ളതായ ഉണ്ടായിരുന്നത്, അനുമതി ഉണ്ടായിരുന്നു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. മറ്റു ഗോത്രത്തിലുള്ള ആർക്കും തന്നെ ആ ഒരു അവകാശമോ അനുമതിയോ ദൈവം നൽകിയിട്ടില്ല. പലപ്പോഴും രാജാവ് ഈ പുരോഹിതന്മാർക്കാൾ മുകളിലാണ് എങ്കിൽ പോലും ഈ പുരോഹിതന്മാരുടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിനുവേണ്ടി ശ്രമിച്ച രാജാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ നാം മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതായത് ഉസിയ രാജാവ് ഒരിക്കൽ ദേവാലയത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ വേണ്ടി, അതായത് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ വ്യക്തമായ മുന്നറിയിപ്പ് അവന് കൊടുത്തു. അത് ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ ഉസിയ രാജാവ് അത് ചെയ്യാൻ തയ്യാറായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഭാഗത്തിൽ നമുക്കറിയാം. ശേഷമുള്ളതായ തൻ്റെ ജീവിതം കുഷ്ഠരോഗിയായി ജീവിച്ചു തീർക്കേണ്ടതായിട്ട് വന്നു ഉസിയ രാജാവ്. അതുപോലെ തന്നെ ശൗലിൻ്റെ ചരിത്രവും നമുക്കറിയാം. ശൗലും ഇതുപോലെ ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അവൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്ന വീഴ്ചകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ലേവ്യ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തത്. ആ ശുശ്രൂഷ ചെയ്യുവാൻ മറ്റാരെയും ദൈവം അനുവദിച്ചിരുന്നില്ല. അത് ചെയ്യുവാൻ ആരെങ്കിലും തുനിഞ്ഞാൽ തന്നെ അതിൻ്റെ ശിക്ഷ അവരനുഭവിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ ലേവ്യ ഗോത്രത്തിൽ ജനിക്കുന്നതായ ഓരോരുത്തരും പുരോഹിതന്മാരായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ പുരോഹിതന്മാർക്ക് ഒരു കാലഘട്ടവും കൂടിയുണ്ട്. ഏകദേശം 25 വയസ്സ് മുതൽ എനിക്ക് തോന്നുന്നു 50 വയസ്സ് വരെയാണ് അവർ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അവർ ജനിക്കുമ്പോൾ മുതൽ തന്നെ പുരോഹിത വർഗമായി അല്ലെങ്കിൽ പുരോഹിത ഗോത്രമായി, ലേവ്യ ഗോത്രത്തിൽ ജനിക്കുന്നവർ പുരോഹിത ഗോത്രമായിട്ടാണ് ജനിക്കുന്നത് എങ്കിലും അവർ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു പോകേണ്ടതായ ആവശ്യമുണ്ട് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ വരുന്നതായ തലമുറകൾ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതാണ് അവർക്ക് നിയമിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടിയാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു ഒരു പുരോഹിതനായി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് ആരോടാണ് പറയുന്നത് എന്ന ബോധ്യം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. എബ്രായരോടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ യഹൂദ മതത്തിൻ്റെ സകല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിവുള്ളതായ ഈ യഹൂദരോടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത്. അപ്പോൾ അവർ
അവരുടെ നിന്നും ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ചോദ്യത്തെ മുന്നേ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ ഉത്തരവും കൂടി നൽകുന്നതാണ് ഈ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറയുന്നതിലൂടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് രാജാവിന് ഒരിക്കലും പുരോഹിതനാകുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല, പുരോഹിതൻ ഒരിക്കലും രാജാവാകുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ലേവിയർക്ക് ഒരിക്കലും രാജാവാകാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അതുപോലെ തന്നെ യഹൂദ, അതായത് ദാവീദിൻ്റെ ഗോത്രത്തിലുള്ളതായ കർത്താവായ യേശു ക്രിസ്തു രാജാവാകാം, പക്ഷെ പുരോഹിതനാകാൻ പറ്റുകയില്ല എന്നുള്ളതായൊരു വാദം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അത് പറഞ്ഞ് ഈ എബ്രായ ക്രിസ്ത്യാനികളെ മറ്റ് യഹൂദന്മാർ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട, അങ്ങനെ ശ്രമിച്ചാൽ അതിനുള്ള ഉത്തരവും കൂടി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. അതാണ് മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലേവ്യ ഗോത്രത്തിൻ്റെ പുരോഹിത ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അവസാനിച്ചു. ഇനി ആ ക്രമപ്രകാരമല്ല ക്രിസ്തു പുരോഹിതനായി തുടരുന്നത്. ഇനി ക്രിസ്തു പുരോഹിതനായി തുടരുന്നത് മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് എന്നാണ്. അപ്പം നമുക്ക് ചോദിക്കാം, മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് എങ്കിൽ എന്തായിരിക്കും ആ ക്രമം, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രമം, ആ ഓർഡർ എന്തായിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുവേണ്ടി നമ്മൾ പോകേണ്ടത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യത്തിലാണ്. അവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം വേദപുസ്തകത്തിൽ 4-5 പ്രാവശ്യം മാത്രമേ മെൽക്കീസദേക്ക് എന്നുള്ള പേര് ഉപയോഗിക്കുന്നുള്ളൂ. അത് പൂർണ്ണമായിട്ടും ഇവിടെയാണ്. അതായത് 5-ഉം 7-ഉം അധ്യായങ്ങളിൽ മെൽക്കീസദേക്ക് എന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിൽ ഒരിടത്ത് മെൽക്കീസദേക്ക് എന്നുള്ള പേര് ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലും ഈ എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായത്തിലുമാണ് മെൽക്കീസദേക്കിനെ കുറിച്ച് കുറച്ചുകൂടി പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കുറച്ച് പറയുന്നു, എന്നാൽ എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായത്തിൽ കുറേ കൂടി അപ്പോസ്തലനായ പൗലോസ്, എനിക്ക് തോന്നുന്നു ആത്മാവിൻ്റെ വെളിച്ചം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ആത്മാവ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ മെൽക്കീസദേക്കിനെ നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലാണ്. അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തിനെ ഉപദ്രവിച്ചതായ, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയതായ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് തൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം മടങ്ങുന്നതായ സാഹചര്യത്തിൽ മെൽക്കീസദേക്കിൻ്റെ മുൻപിൽ വരികയാണ്. അപ്പോൾ മെൽക്കീസദേക്ക് എന്ന് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കിങ് ഓഫ് ഷെലേം, അല്ലെങ്കിൽ ഷാലോം രാജാവ് എന്നുള്ളതാണ്. അപ്പോൾ മെൽക്കീസദേക്ക് ഷാലോം രാജാവുമാണ്. അതോടൊപ്പം തന്നെ അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു മഹാപുരോഹിതനുമാണ് എന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പം അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. താനൊരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തി രാജാവാണ്, പുരോഹിതനാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് 2 അഭിഷേകമുണ്ട്, രാജാവായിട്ടും പുരോഹിതനായിട്ടും എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ വ്യക്തിയുടെ ഗോത്രമോ അല്ലെങ്കിൽ ഒന്നും അവിടെ പറയുന്നില്ല, പേര് മാത്രം പറയുന്നു. മെൽക്കീസദേക്ക് എന്ന പേര് മാത്രം പറയുന്നു. ഷലേം രാജാവാണ് എന്നും മഹാപുരോഹിതനാണ് എന്നും പറയുന്നുണ്ട്. പിന്നീട് ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ മെൽക്കീസദേക്കിനെ കുറിച്ച് കൂടുതലായി ഒന്നും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് പല വിധത്തിലും ഈ മെൽക്കീസദേക്കിനെ കുറിച്ച്, ഇത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പല തർക്കങ്ങളും നിലനിൽക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ മറ്റൊരു അവതാരമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തു അന്ന് തന്നെ ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്നേനെ. മെൽക്കീസദേക്ക് എന്ന പേരോടുകൂടി ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്നേനെ. ചിലർ പറയുന്നത് ഇത് ഒരു സ്വർഗീയ ദൂതന്മാരോ അല്ലെങ്കിൽ ഒരു സ്വർഗീയ ജീവിയോ, ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മറ്റ് എന്തെങ്കിലും ആണ് എന്ന് പറയുന്നവരുണ്ട്. ഉദാഹരണത്തിന് ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ഗായക സംഘത്തിൻ്റെ നേതാവായിരുന്നു, അവനൊരു സ്ഥാനമുണ്ടായിരുന്നു. അതുപോലെ ഒരു സ്ഥാനം സ്വർഗത്തിലുണ്ടായിരുന്ന ഒരു ദൂതനാണ് എന്ന് പറയുന്നവരൊക്കെയുണ്ട്. അപ്പം ഇവിടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചാൽ അതിനൊന്നും ഉത്തരം നമുക്ക് ലഭിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മെൽക്കീസദേക്ക് ഒരു രാജാവാണ്, മെൽക്കീസദേക്ക് ഒരു പുരോഹിതനാണ്. ഇത് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലാണ്. പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് മരുഭൂമിയിലാണ്. അത് 430 സംവത്സരത്തെ അവരുടെ
മിസ്രൈമിലെ അടിമ ജീവിതത്തിന് ശേഷമാണ് ഈ 12 ഗോത്രത്തിലെ ഓരോ ഗോത്രത്തിനും ഓരോ ചുമതല ഏൽപ്പിക്കുമ്പോൾ ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിനും വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഈ പുരോഹിത ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ മഹാപുരോഹിതനായ മെൽക്കീസദേക്ക് അതുപോലെ തന്നെ രാജാവായിട്ട് ഉണ്ട് ഈ മെൽക്കീസദേക്ക് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. അവിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു. മെൽക്കീസദേക്കിൽ നിന്നും അബ്രഹാം അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ മെൽക്കീസദേക്ക് മഹാപുരോഹിതനാണ്, രാജാവാണ്, അബ്രഹാമിനേക്കാൾ ഉയരത്തിലുള്ളവനാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് നമ്മളവിടെ കാണുന്നത് അബ്രഹാം അങ്ങനെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഈ മെൽക്കീസദേക്കിന്, പുരോഹിതനായിട്ടുള്ള ഈ മെൽക്കീസദേക്കിന്, അദ്ദേഹം ഒരു രാജാവ് മാത്രമായിരുന്നുവെങ്കിൽ ഈ ക്രിയ ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മഹാപുരോഹിതൻ കൂടി ആയതുകൊണ്ട് ഈ മെൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ആനുകാലികമായിട്ട് കണ്ടുവരുന്ന 1-2 പ്രശ്നങ്ങളുണ്ട്. അതായത് ചിലരൊക്കെയും പഠിപ്പിക്കുന്നു പുരോഹിത ശുശ്രൂഷ അവസാനിച്ചത് കൊണ്ട് തന്നെ ഇനി നമ്മൾ, അതായത് ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾ ദശാംശം കൊടുക്കേണ്ട എന്നുള്ളതായ ഒരു തരത്തിലുള്ള പഠിപ്പീര്. കാരണം അത് ലേവ്യർക്ക് കൊടുത്തിരുന്നതായ ഒരു അവകാശമാണ്. ലേവ്യരുടെ ആ പുരോഹിത ശുശ്രൂഷ അവസാനിച്ചതോടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലേവ്യർക്കൊരു നിയമമായിട്ട് അത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ലേവ്യർക്ക് ദശാംശം, അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ദശാംശം, ആലയത്തിൽ ദശാംശം കൊടുക്കണം എന്നൊരു നിയമമായിട്ട് കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം സ്വതേ അല്ലെങ്കിൽ സ്വയമായി മുൻപോട്ട് കടന്നു വന്ന് ദശാംശം കൊടുക്കുന്നതായിട്ട് കാണുന്നു. മനസ്സോടുകൂടി കൊടുക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല, ദശാംശം എന്ന് പറയുന്നത് ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനാണ്. ഒരിക്കലും അത് ലേവിയർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നതല്ല. അത് ലേവ്യർക്ക് ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ അടിമജീവിതം നയിച്ച് കടന്നു വന്നതായ ഒരു കാലഘട്ടത്തിൽ അവരെ ഒരു പുരോഹിതരായി മാറ്റിയപ്പോൾ ഒരു നിയമമായി ദൈവം കൊടുത്തു. കാരണം അതൊക്കെയും അവർ ഈ 430 സംവത്സരം കൊണ്ട് മറന്നുപോയതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ മെൽക്കീസദേക്കിനെ കുറിച്ച് അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഒരിടത്തും മെൽക്കീസദേക്ക് ഒരു സ്വർഗീയ ജീവിയായിട്ടോ അല്ലെങ്കിൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു അവതാരമായിട്ടോ പറയുന്നില്ല. മറ്റൊരു അവതാരമായിരുന്നെങ്കിൽ അതേ മെൽക്കീസദേക്ക് എന്നുള്ളതായ ആ പേരിൽ തന്നെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ തന്നെ ഈ യാഗ ശുശ്രൂഷയും കൂടി കർത്താവായ യേശു ക്രിസ്തു ചെയ്തേനെ, യാഗമായി തീർന്നേനെ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഈ വാക്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് മെൽക്കീസദേക്ക് ഒരു വ്യക്തിയായിരുന്നു, ഒരു രാജാവായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ ക്രമപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു പുരോഹിതനായത്, അല്ലാതെ ലേവ്യ ക്രമപ്രകാരമല്ല. അതുകൊണ്ടാണ് ഇവിടെ ചോദ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ലേവ്യ ഗോത്രത്തിൽ ജനിക്കാത്ത ക്രിസ്തു എങ്ങനെ പുരോഹിതനായി എന്നുള്ളതായ ചോദ്യവും അതിനെ സംബന്ധിച്ചുള്ളതായ ചില പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായി പോയ എബ്രായരെ തിരിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ യഹൂദ ക്രിസ്ത്യാനികളോട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ലേവ്യ ഗോത്രത്തിലുള്ള പുരോഹിതനല്ല, അത് രാജാവായിരുന്ന അതോടൊപ്പം തന്നെ പുരോഹിതനായിരുന്ന ഒരു മെൽക്കീസദേക്കുണ്ട്. ആ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പുരോഹിതനായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: മെൽക്കീസദേക്കിനെ സംബന്ധിച്ചിടത്തോളം മാതാവോ പിതാവോ ഇല്ല, അവൻ്റെ ഉത്ഭവമോ അല്ല അവൻ്റെ അന്ത്യമോ അറിയില്ല
എന്നുള്ളതാണ്. ഈ പ്രയോഗം ഒരുപക്ഷെ വളരെ കൺഫ്യൂഷൻ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലരും മെൽക്കി സദേക്കിന് ഈ മാതാവോ പിതാവോ ഇല്ല, ഉത്ഭവം എവിടെയാണെന്നറിയില്ല, അവസാനം എവിടെയാണെന്നറിയില്ല എന്ന ഈ പദം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത് യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ള വാദം ഉന്നയിക്കുവാൻ വേണ്ടി ഈ കാര്യത്തെ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പക്ഷേ ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രയോഗം മാത്രമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ഒരു മാതാവും പിതാവും ഇല്ലാതെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അനാഥരെ ഈ ലോകത്ത് കാണാറുണ്ട്, അല്ലേ? എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് വളരെ വിഷമകരമായ അവസ്ഥയാണ്. ഒരാൾ അനാഥമാക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ അവസ്ഥയാണ്. ഏത് സാഹചര്യത്തിൽ ഒരുപക്ഷെ മാതാവോ പിതാവോ മരിച്ചു പോയാൽ ആ കുട്ടി അനാഥമാക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ്റെ മാതാവാരാ പിതാവാരാ എന്നുള്ളത് അറിയാത്തതായ ഒരു സാഹചര്യത്തിലുള്ളവരും ഉണ്ട് ഈ ലോകത്തിൽ, അനാഥരായിരിക്കുന്നവർ. എന്നാൽ അവർക്ക് മാതാവും പിതാവും ഇല്ലാതെ അവർ ജനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഞാനിത് പറയാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ മെൽക്കി സദേക്കിന് മാതാവിനെയോ പിതാവിനെയോ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല, അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ അന്ത്യത്തെക്കുറിച്ചോ പ്രതിപാദിക്കുന്നില്ല. ശരിയാണ്, നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരിടത്തു പോലും ഈ മെൽക്കി സദേക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. സാധാരണ രീതിയിൽ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിൻ്റെ ജനനം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിരിക്കും. ആ രാജാവിൻ്റെ ജനനം മാത്രമല്ല, ആ രാജാവ് എങ്ങനെ ജനിച്ചു എന്നുകൂടി എഴുതിയിരിക്കും. എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നും ജനിച്ചു എന്നുകൂടി എഴുതിയിരിക്കും, അല്ലേ? നമുക്കറിയാം, വംശപാരമ്പര്യമൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഈ മെൽക്കി സദേക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദാവീദിൻ്റെ വംശപാരമ്പര്യത്തെ എഴുതുമ്പോഴും ദാവീദ് ജനിപ്പിച്ച മക്കളെക്കുറിച്ച് എഴുതുകയാണ്. അതുപോലെ തന്നെ ദാവീദിൻ്റെ മക്കളുടെ മക്കളെക്കുറിച്ച് എഴുതുമ്പോഴും അങ്ങനെ ആരവരെ ജനിപ്പിച്ചു എന്ന് എഴുതുമ്പോൾ ഈ മെൽക്കി സദേക്കിനെ കുറിച്ച് ഇവിടെ ഈ സംസാരിക്കുന്ന ഭാഗത്ത് അധികമായി സംസാരിക്കുന്നില്ല. അതിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം അവിടെ പറയുന്നത്. മെൽക്കി സദേക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരറിവുമില്ല ഉത്ഭവം എവിടെയാണെന്നോ അവസാനം എവിടെയാണെന്നോ എന്നുള്ളത്. അതിന് സമാനമായ രീതിയിൽ ആ ക്രമപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനൊരു മാതാവുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത് കന്യകയായ ഒരു സ്ത്രീയിലാണ്. പക്ഷേ ഈ ലോകത്ത് അവൻ അറിയപ്പെട്ടത് യോസേഫിൻ്റെ മകനായിട്ടാണ്, അല്ലേ? യോസേഫ് അവൻ്റെ പിതാവായി, അവൻ്റെ വളർത്തച്ഛനായി, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ആരാണ് എന്നുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു വന്നപ്പോൾ അറിയാം. അപ്പോൾ ഇവിടെ മെൽക്കി സദേക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരംഭമില്ല അവസാനമില്ല എന്ന് ആലങ്കാരികമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യനും അന്ത്യനുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മെൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം എങ്ങനെയാണ് ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ലേവ്യരെ സംബന്ധിച്ചിടത്തോളം ലേവ്യ ഗോത്രത്തിൽ ജനിക്കുന്നവർ മാത്രമായിരുന്നു പുരോഹിതനായിരുന്നത്. അതുകൊണ്ട് അവർക്ക് പിതാക്കന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു. അത് ഇന്നവരിൽ നിന്നും ഇന്ന മകൻ ജനിച്ചു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് മാതാവും, ഒരു ലേവ്യ ഗോത്രത്തിലെ ഒരു പുരോഹിതന് മാതാവുമുണ്ട് പിതാവുമുണ്ട്. എന്നാൽ മെൽക്കി സദേക്കിന് മാതാവുമില്ല പിതാവുമില്ല. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അല്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതായ ദൈവപുത്രനും മനുഷ്യപുത്രനുമായ നമ്മുടെ പുരോഹിതനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, യാഗവസ്തു കർത്താവായ യേശു ക്രിസ്തു തന്നെ, യാഗം കഴിക്കുന്ന പുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ, യാഗം കഴിച്ചതായ നിർദോഷവാനായ അല്ലെങ്കിൽ നിഷ്കളങ്കനായ ആ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു, ആ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവായ മഹാപുരോഹിതൻ തന്നെ, രാജാവ് കർത്താവായ യേശു ക്രിസ്തു തന്നെ, നമ്മുടെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്നുള്ളതാണ് ഈ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഇത് അതായത് 7-ാം അധ്യായത്തിൻ്റെ
വാക്യം മുതൽ പറയുന്നത് ഇപ്രകാരമാണ്: ലേവ്യ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ലേവ്യ പുരോഹിതന്മാർക്ക് ഒരിക്കലും ജനങ്ങൾക്ക് ഒരു പൂർണ്ണത നൽകുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. അപ്പം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, അത്രയും വർഷക്കാലം ഈ യഹൂദന്മാർ നിഴലായിരുന്ന ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 കാര്യങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനങ്ങളെ 2ആയി തരംതിരിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ തയ്യാറാകുന്നത്. ആദ്യത്തെ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ യാഗങ്ങൾക്കായി അവർ പോകുമ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി പോകുന്ന ഒരു കൂട്ടരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുന്നു, അതിന് പകരമായിട്ട് ഊനമില്ലാത്ത ഒരു യാഗം കഴിക്കുന്നു. അത് അവരുടെ പാപത്തിന് ഒത്തവണ്ണമുള്ളതായ ഒരു മൃഗത്തെ കൊണ്ടുപോയി അവിടെ സമർപ്പിക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടർ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് അറിയാമോ? അവരുടെ മനോഭാവം ഇങ്ങനെയാണ്: പാപം ചെയ്താൽ എന്താ, ഇതുപോലൊരു ഊനമില്ലാത്ത ആടിനെ കൊണ്ട് അറുത്താൽ ഞാൻ പാപമില്ലാത്തവനാകുക. അതാണ് അവരുടെ മനോഭാവം. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപം ചെയ്തു, അതിന് പരിഹാരമായി പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോകുന്നു, അവർ യാഗം കഴിക്കുന്നു. പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ മനോഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായി ഒരു മിണ്ടാപ്രാണി, നിഷ്കളങ്കമായിട്ടുള്ള ഒരു മിണ്ടാപ്രാണി രക്തം ചൊരിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ മൂലം ഇതുപോലെ ഒരു മിണ്ടാപ്രാണി അറക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെടുവാൻ ഇടയാകരുത്. അതുകൊണ്ട് എനിക്ക് സൂക്ഷ്മതയുള്ളതായ പാപമില്ലാത്തൊരു ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന, ആ മനോഭാവത്തോടെ തിരിച്ചു വരുന്ന ഒരു കൂട്ടർ. അപ്പോൾ ആദ്യത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കപടത വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യഹൂദന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലോ കൂടുതലായിട്ടുണ്ടായിരുന്നതായ ഭൂരിഭാഗം ഉണ്ടായിരുന്നതായ വ്യക്തികൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരാണ്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടരാണ് എങ്കിൽ അവർ ഇനി ഞാൻ മൂലം ഒരു മൃഗം കൊല്ലപ്പെടുവാൻ ഇടയാകരുത് എന്ന് ചിന്തിക്കുന്ന ആ കൂട്ടരുടെ അവർ ആത്മാർത്ഥതയുള്ളവരാണ്, അവർ ചെയ്യുന്നതായ ആ ശുശ്രൂഷയിൽ വിശ്വാസമുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. വീണ്ടും മനസ്സിലാക്കുന്നത്, അവർക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ നിഴൽ മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എനിക്ക് പകരമായി ഒരു മൃഗം അനുഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അപ്പോഴും ഞാൻ കുറ്റക്കാരനാണ്. ഇനി ഇത് പൂർത്തീകരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വരവോടെ മാത്രമാണ് എനിക്ക് നിത്യമായിട്ടുള്ളതായ ശാശ്വതമായിട്ടുള്ള ഇതിൽ നിന്നും പരിഹാരം ലഭിക്കൂ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് ഈ മനോഭാവത്തോടെ മരിക്കുന്ന എല്ലാവരും ഭൂതകാലത്ത് ഈ യഹൂദ മതത്തിലുള്ള ഈ ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ നിഴലായിരുന്ന ശുശ്രൂഷ ആത്മാർത്ഥമായിട്ട് ചെയ്തവർക്കൊക്കെയും ക്രിസ്തുവിൻ്റെ ആ മരണം അത് അർത്ഥമുള്ളതായി തീർന്നു എന്ന് കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് ഇത്ര മാത്രമേ ഈ അഹരോൻ്റെ ഗോത്രത്തിലുള്ളതായ അല്ലെ ലേവി ഗോത്രത്തിലുള്ള പുരോഹിതന്മാർക്ക് സാധിച്ചിരുന്നുള്ളൂ. കാരണം അവർ തന്നെ പൂർണ്ണരല്ലായിരുന്നു. അങ്ങനെയുള്ള അവർക്ക് പൂർണ്ണരല്ലാത്ത ഒരാൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവസരം കൊടുത്തുവെങ്കിലും അതിൻ്റെ പൂർത്തീകരണം പൂർണ്ണനായ കർത്താവായ യേശു ക്രിസ്തു അത് പൂർത്തീകരിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പം ലേവ്യ ഗോത്രം എന്ന് പറയുന്നത് ബലഹീനതയുണ്ടായിരുന്നതായ പുരോഹിതന്മാരായിരുന്നു. അതുകൊണ്ട് അതിൽ പരിപൂർണത വന്നിട്ടില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതിൻ്റെ പരിപൂർണത വരുന്നത് ക്രിസ്തു പുരോഹിതനായി മാറ്റപ്പെടുമ്പോഴാണ് എന്ന്
വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചത്. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, അത് ഏറ്റവും നല്ലൊരു വാക്യം എന്ന് പറഞ്ഞാൽ എല്ലാ വാക്യങ്ങളും നല്ലതാണ്, പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുകയാണ്. ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്, 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നോക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് അടുക്കുവാൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ അനുസരിച്ചതുപോലെ തന്നെ നമ്മളും പിതാവായ ദൈവത്തെ അനുസരിക്കണം. പക്ഷെ അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന പുരോഹിതൻ എന്ന മധ്യസ്ഥനിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അടുക്കുന്ന നമുക്ക് പൂർണ്ണ രക്ഷ നൽകുവാൻ പ്രാപ്തനാണ് ഈ ക്രിസ്തു, നിത്യനായിട്ടുള്ള ഈ മഹാപുരോഹിതൻ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇനിയാണ് ഇവിടെ 25-ാമത്തെ വാക്യത്തിൽ നോക്കണം, എത്ര വ്യക്തമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അല്ലേ, മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ. ഞാൻ അവനുകൂടി വേണ്ടിയാണ് യാഗമായി തീർന്നത് എന്ന് പറയുവാൻ, നമ്മുടെ ഓരോ ബലഹീനതകളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു, മഹാപുരോഹിതനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതാണ് 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മളെ രക്ഷിപ്പാൻ പ്രാപ്തനായവൻ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ മതാചാരങ്ങളിലേക്ക് പോകരുത്. അതൊക്കെയും വ്യർത്ഥമായിട്ടുള്ള ആചാരമായി മാറിക്കഴിഞ്ഞു. അതിനൊരു അർത്ഥമുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം പൂർണ്ണമല്ലായിരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തിലൂടെ ആ അർത്ഥത്തിന് പൂർണ്ണത വന്നുവെങ്കിലും പിന്നീടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുരോഗമിക്കുന്ന പുരോഹിത ശുശ്രൂഷയാണ് അതിലാണ് പ്രാധാന്യമെന്നും അത് ലേവ്യ ക്രമപ്രകാരമല്ല, അഹരോൻ്റെ ക്രമപ്രകാരമല്ല, അത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് എന്നും അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ മധ്യസ്ഥത ശുശ്രൂഷ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ഭൂമിയിലെ താൽക്കാലിക പുരോഹിതന്മാരെ പോലെയല്ല, മനുഷ്യനായിട്ടുള്ള പുരോഹിതന്മാരെ പോലെയല്ല, ബലഹീനതയുള്ള പുരോഹിതന്മാരെ പോലെയല്ല, നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുവാൻ വേണ്ടി യോഗ്യതയുള്ള ഒരു പുരോഹിതനാണ്, പൂർണ്ണതയുള്ള ഒരു പുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനായി ജനിച്ച് പാപം കൂടാതെ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മുടെ പുരോഹിതനായി മാറ്റപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇത് എബ്രായരോടാണ് ആവശ്യപ്പെടുന്നത്, ഇത് നമ്മളോടുമാണ് ആവശ്യപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ടാണ് വെളിപ്പാടുകാരനായ യോഹന്നാൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ, യേശുവിലൂടെ അല്ലാതെ, ആ മധ്യസ്ഥനിലൂടെ അല്ലാതെ നമുക്കാർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നമുക്കും ദൈവത്തിനും തമ്മിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. നമ്മുടെ രക്ഷയ്ക്ക് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. നമ്മുടെ മധ്യസ്ഥതയ്ക്ക് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഈ ലോകത്തിൽ മറ്റാരോടും നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മധ്യസ്ഥത നിർത്തേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അതിന് യോഗ്യൻ. ആ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഇനി അങ്ങോട്ട് നിത്യമായിട്ടുള്ള നമ്മുടെ മഹാപുരോഹിതൻ എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ആ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആ പിതാവിലേക്ക് ക്രിസ്തുവിലൂടെ എത്തുമ്പോൾ അതിന് അനുസരണം ആവശ്യമാണ്, ദൈവത്തോടുള്ള ആദരവ് ആവശ്യമാണ്, ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് എത്തുവാൻ എന്ന് പറഞ്ഞാൽ ആ നിത്യതയിൽ എത്തുവാൻ.
എന്നെയും നിങ്ങളെയും വലിയവനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാഠോത്സവത്തിലെ 322 പാട്ട് പാടാം. 3-2-2. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ ഇഹമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തിരുസന്നിധോ ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധോ ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം പരിപൂർണമായി ദൈവിക രാജ്യമി പാരിലും സ്ഥാപിതമാക്കിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യമി പാരിലും സ്ഥാപിതമാക്കിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാൾ നിത്യതയിൽ മറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാൾ നിത്യതയിൽ മറയും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ
നമ്മുടെ ഇന്നത്തെ ശാബ സ്കൂളിൻ്റെ അവസാനമായി നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമേ സ്നേഹിക്കുന്നുള്ള കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. കർത്താവെ, അനുഗ്രഹപ്രദമായ ഒരു പാഠം അടിയങ്ങൾക്ക് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹപ്രദമായ ഒരു ശാബ സ്കൂൾ ശുശ്രൂഷ അടിയങ്ങൾക്ക് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ശാബ സ്കൂൾ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച ഓരോരുത്തരെയും ഒന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് പിതാവെ, ഈ സമയം കർത്താവെ അടിയങ്ങൾക്ക് നൽകിയ പാഠത്തെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുകയാണ്. നാഥ, ഈ ഭൂമിയിൽ അടിയങ്ങൾക്ക് ഇടയിൽ മറ്റൊരു നാമവും ശേഷിക്കുന്നില്ല എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. കർത്താവ്, അടിയങ്ങളുടെ രക്ഷകൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് യേശു എന്ന നാമമാണ്. കർത്താവെ, അടിയങ്ങളുടെ മധ്യസ്ഥനായിട്ടുള്ള പുരോഹിതൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് യേശു എന്ന നാമമാണ്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് യേശു എന്ന നാമമാണ്. ഞങ്ങളുടെ രാജാവ് യേശു തന്നെ, ഞങ്ങളുടെ സഹോദരൻ യേശു തന്നെ, ഞങ്ങളെ വീണ്ടെടുപ്പുകാരൻ യേശു തന്നെ, ഞങ്ങളുടെ രക്ഷകൻ യേശു എന്ന് തന്നെ. അതിലുപരിയായി നമ്മളെ പിതാവുമായി ബന്ധിപ്പിക്കുന്ന മഹാപുരോഹിതനായ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന, മനുഷ്യർക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്ന, സദാകാലവും ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കർത്താവെ ഈ എബ്രായർക്ക് ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കി തന്നതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ആ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ, അങ്ങനെ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൽ അടിയങ്ങൾക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന ഈ സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവെ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൽ എത്തിപ്പെടുവാൻ, അങ്ങനെ നിത്യതയിൽ കടക്കുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയോടും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലോടെ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവർക്ക് ജോലി നൽകുകയും സാമ്പത്തികമായി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന ആരാധന ഉടനീളം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അനുഗ്രഹപ്രദമായ ഒരു ദൂത് പ്രിയ ദാസനിലൂടെ അടിയങ്ങൾ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മെ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ.